നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹരിയാനയിലെ ഗുരുക്ഷേത്രയിൽ നിന്ന് വരുന്നത് അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഭർത്താവിനെ സ്വന്തം ഭാര്യ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി കുടൽമാല പുറത്തെടുത്തു. പലരും തമാശയ്ക്ക് പറയുന്ന ഒരു വാക്കാണ് കുത്തിക്കൊലപ്പെടുത്തി കുടൽമാല പുറത്തെടുക്കുമെന്നുള്ളത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അത്രയും ക്രൂരകൃത്യം ചെയ്തിരിക്കുകയാണ് ഭാര്യ. പെഹോവ റോഡിലെ രാജ് പാലസിന് സമീപം വാടക വീട്ടിൽ താമസിച്ചിരുന്ന രാജേഷാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. രാജേഷിന്റെ ഭാര്യ വിമല ദേവിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. കൊലപാതകം വീട്ടുടമ കണ്ടതോടെ പരിഭ്രാന്തയായ വിമല ദേവി ടെറസിൽ നിന്ന് എടുത്ത് ചാടുകയായിരുന്നു. പിന്നീട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വൈകിട്ട് 5ഓടെ ടെറസിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ട് ഓടിച്ചെന്നപ്പോഴാണ് അയൽവാസി ഈ ഞെട്ടിക്കുന്ന കൊലപാതകം കണ്ടിരിക്കുന്നത്. വയറിൽ കുത്തേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാജേഷിനെയാണ് ആദ്യം കണ്ടത്. മാത്രമല്ല, കുത്തേറ്റ് പുറത്തു വന്ന രാജേഷിന്റെ കുടലിന്റെ ഭാഗങ്ങൾ ഒരു ബാഗിലേക്ക് മാറ്റുന്ന വിമലയെയും അയൽവാസി കണ്ടു. ആ കാഴ്ച കണ്ടു നിൽക്കാൻ ആർക്കും സാധിക്കില്ലായിരുന്നു. വീട്ടുടമ ഇത് പോലീസിന് കൃത്യമായി മൊഴിയും നൽകിയിട്ടുണ്ട്. തന്നെ കണ്ടതോടെ ടെൻഷനായ വിമല പിന്നീട് ആ ടെറസിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് വീട്ടുടമ പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സിതാപൂർ ജില്ലയിൽ ധംപൂർ ഗ്രാമത്തിൽ നിന്നുള്ള രാജേഷ് 1 വർഷമായി ഭാര്യയ്ക്കൊപ്പം ഗുരുക്ഷേത്രയിലായിരുന്നു താമസം. ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് നിലവിളിയും ബഹളവും കേട്ട് വീട്ടുടമ ഓടിയെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാജേഷിന് സമീപം ഇയാളുടെ കുടലുകൾ പ്ലാസ്റ്റിക് കവറിലാക്കാൻ ശ്രമിക്കുന്ന ആ ഭാര്യയെ ഉടമ കാണുകയായിരുന്നു. ഇയാളെ കണ്ടതോടെയാണ് വിമല എടുത്ത് ചാടിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ക്രൂരമായ അതിക്രമത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കത്തികൊണ്ട് നിരവധി തവണ കുത്തേറ്റ രാജേഷിന്റെ വയർ ഏകദേശം 35 സെന്റിമീറ്ററോളം നീളത്തിൽ വെട്ടിപ്പൊളിച്ച നിലയിലായിരുന്നു. ഇയാളുടെ കരളിന്റെ വലിയൊരു ഭാഗവും വലത് വൃക്കയും കാണാനില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി. 3 വ്യത്യസ്ത വലിപ്പത്തിൽ കത്തികൾ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. കുടിവെള്ള വിതരണ കമ്പനിയിലായിരുന്നു രാജേഷിന് ജോലി. രാജേഷിന്റെ വയറിൽ 35 സെന്റിമീറ്റർ ആഴത്തിലുള്ള ഈ മുറിവും മാത്രമല്ല ആന്തരിക അവയവങ്ങൾ കവറിലാക്കുന്ന ഭാര്യയുടെ വാർത്തയും ഇത് ചെറുതായിട്ടൊന്നുമല്ല ആ സമീപവാസികളെ എല്ലാം തന്നെ നടുക്കിയിരിക്കുന്നത്. രാജേഷിന്റെ കരളിന്റെ ഭൂരിഭാഗവും വലത് വൃക്കയും കാണാനില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അവയവങ്ങൾ കാണാതായതിനെ കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല, വിവിധ വലിപ്പത്തിലുള്ള 3 കത്തികൾ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി വിവാഹിതരായിരുന്ന രാജേഷിനും വിമലയ്ക്കും മക്കളില്ലായിരുന്നു. വിമല ആഭിചാര ക്രിയകളിലും ദുർമന്ത്രവാദങ്ങളിലും ഏർപ്പെട്ടിരുന്നതായും വീട്ടുടമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിമലയുടെ ആരോഗ്യം തൃപ്തികരമാകുന്നതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്? അത് കൊലപ്പെടുത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അതിനുശേഷം ഇത്തരത്തിൽ കുടൽമാല പുറത്തെടുക്കുന്ന അത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ആ ഒരു ക്രൂരകൃത്യവും എന്തിന് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതെങ്കിലും ആഭിചാര ക്രിയയുടെ ഭാഗമായിട്ടാണോ വിമല ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്.